ഗൈസേ, യൂറോപ്യൻ രാജ്യമായ ഇറ്റലി എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കുമല്ലോ. ഇറ്റലി 5 ലക്ഷം പേരെ 2025 സ്റ്റാർട്ട് ചെയ്ത് 2028 ആകുമ്പോഴത്തേക്കും 5 ലക്ഷം തൊഴിലാളികളെ അവർ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കും. കാരണം ഇത്രയും വലിയൊരു അനൗൺസ്മെൻറ്റ് ഇതുവരെയായിട്ടും ഇറ്റലി ഗവൺമെൻറ് നടത്തിയിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല അവരിപ്പോൾ നടത്തിയിരിക്കുന്നത്. കൂടി വരുന്ന പോപ്പുലേഷനും അതിനനുസരിച്ച് ജോലിക്ക് ആളെ വേണ്ടതുകൊണ്ടും പല തസ്കിതകളിലോട്ട് അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾ തൊട്ട് നിസാരം നമ്മളെപ്പോലെയുള്ള ജനറൽ വർക്ക് ചെയ്യുന്നവർ വരെ ഇതിനകത്ത് ഉൾപ്പെടും. അപ്പം എല്ലാവർക്കും ഒരു പരിധിവരെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ ഗൂഗിളിലൊക്കെ കയറി നോക്കിയിട്ട് എൻ്റെ ഒരു അറിവാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരം അറിയാൻ ഞാൻ പറയുന്നേക്കാൾ ഉപരി എംബസി ആയിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അതിനൊരു ലിങ്ക് അല്ലെങ്കിൽ ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൽ നോക്കി അവരോട് തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ കയറിയിട്ട് vfsglobal.com എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരം നിങ്ങളുടെ ഫോണിൽ കാണാൻ പറ്റും. എന്നിട്ട് വേണം ഒരു നെഗറ്റീവ് കമൻറ്റെങ്കിലും ഇടുന്നവരുണ്ടെങ്കിൽ, നെഗറ്റീവ് ഇട്ടോ കുഴപ്പമില്ല, നെഗറ്റീവ് ഇടുന്നവരാണ് നമ്മൾക്ക് വീഡിയോ മുന്നോട്ട് ചെയ്യാനുള്ള ഒരു പ്രചോദനം. നെഗറ്റീവ് ഇടുന്നവരായാലും നിങ്ങളായാലും ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നെഗറ്റീവ് കമൻറ്റ് ഇടുക എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങളുടെ നെഗറ്റീവ് കമൻറ്റ് കൊണ്ട് ഞാൻ തകർന്നു പോകത്തില്ല. ഒന്ന് ശ്രമിച്ച് നോക്കാമല്ലോ എന്ന് വിചാരിക്കുന്നവർ പോലും നിങ്ങളുടെ ഈ നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ ഒന്നും ചെയ്യാനായിട്ട് ശ്രമിക്കത്തില്ല. അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല. പിന്നെ അതിൽ കയറാൻ ഇനി ഗൂഗിളിൽ കയറി ഇത് ടൈപ്പ് ചെയ്തിട്ട് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കി ഞാൻ ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരിലോട്ടൊന്ന് എത്തിക്കും. മാക്സിമം 2028 വരെ 3 വർഷത്തെ കാലയളവുണ്ട്. 3 വർഷം നമ്മളൊരു സിനിമ കാണാനായിട്ട് 2.5 മണിക്കൂർ എടുക്കും. ആ സിനിമ കാണുന്ന സമയം പോലും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളായിട്ട് പരിശ്രമിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിസ്സാര പൈസ ചിലവിൽ നിങ്ങൾക്ക് കയറിപ്പോകാൻ പറ്റും. ഞാൻ അറിഞ്ഞ അറിവ് നിങ്ങളിലോട്ട് എത്തിക്കുന്നു എന്ന് മാത്രം.